അസ്സലാമു അലൈക്കും. വാട്ടും വേണ്ട, കുഴക്കും വേണ്ട, പരത്തും വേണ്ട. അതാ ഇത്രയും എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി പലഹാരം സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ. എന്നാലോ അപാര രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി തിക്കായിട്ടുള്ള ഗ്രേവി കൂടി ഉണ്ടാക്കേണ്ടത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ അത് ചെയ്യാൻ പോണത്. അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാക്കേരി എന്നൊക്കെ പറയട്ടോ, അതെടുത്തിട്ടുണ്ട് കേട്ടോ 2 കപ്പ്. ഈ 2 കപ്പ് അരി ഏത് അരി വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പൊന്നരി വെച്ചിട്ടും സിൽക്ക് വെച്ചിട്ടും ഏതരി വെച്ചിട്ട് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പറ്റ മോശപ്പെട്ട അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും ഇത് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. ഇത് വെച്ചാണ് ഇന്ന് ഞാൻ ചെയ്തത്. എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല വെട്ടി തിളച്ച വെള്ളത്തിലൊന്ന് 2.5 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താലും മതിയാകും. ഇങ്ങനെ ആകുമ്പോൾ അതിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്കൊരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 2.5 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് അരിയൊക്കെ മേലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. ഇനി നമുക്കിതിലുള്ള നന്നായിട്ടൊന്ന് ആദ്യം കഴുകിയിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റണം കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ചോറൊക്കെ വാർക്കുന്ന കൊട്ടപ്പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റിലാണ് നമുക്ക് ഈ ഒരു മാവ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിലൊന്നും ഈ മാവ് റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടല്ലോ 1/2 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കിയെടുത്തത്. കണ്ടോ, നല്ല ടൈറ്റ് ഉണ്ട്. ഈ രൂപത്തിൽ ചുട്ടെടുക്കുമ്പോഴാണ് നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ബൗളിലേക്ക് മാവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾക്കാണ് കേട്ടോ ഈ അരി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മിക്സിൻ്റെ മൂടിയൊക്കെ അടിച്ച് വെച്ചിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കി നിൽക്കല്ലേ കേട്ടോ. നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ. അങ്ങനെ മാവൊക്കെ നല്ല ഉഷാറായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടൈറ്റുള്ള മാവാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ. വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കണ്ടല്ലോ, ഇതിപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമ്മളെ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റാണ് കേട്ടോ. നല്ല ടൈറ്റാണ് എഴുതിയിട്ട് കല്ല് പോലെ നല്ല അങ്ങനെ ടൈറ്റായി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നന്നായി കിട്ടൂല. ലൂസായാൽ അതും റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പണി. ഇനി നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. നേരത്തെ അരി ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായി കിട്ടും. നമുക്ക് പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാനൊക്കെ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് നമ്മളൊന്ന് ചുട്ടെടുക്കാൻ. എങ്കിലേ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. തീ നല്ലോണം കത്തിയാൽ നമ്മുടെ ചട്ടി നല്ല ചൂട് കയറി കിട്ടിയാൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഇങ്ങോട്ട് പരത്തിയെടുക്കാനോ ഷേപ്പാക്കി എടുക്കാനോ ഒന്നും കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ ഈ ഒരു അതുമ്മൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടില്ല. ഒരു കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ പരത്തിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു പലഹാരം അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഷേപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇനി ഇത് റെഡി ആയി കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഇച്ചിരി സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിരൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ നമുക്കിത് മറ്റ് സൈഡിൽ കൂടി മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിൻ്റെ മുന്നായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നു വേണ്ട കേട്ടോ. ഡ്രൈ ആയിട്ടാണ് ചുട്ടെടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണേ കൊള്ളുന്നുള്ളൂ. അത്യാവശ്യം വലുതാണെങ്കിൽ 4 വരെ പോയിനി.
അപ്പോൾ ഇതാ നന്നായിട്ടൊരു ഭാഗം ആയി നമ്മുടെ കൈ വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടണം കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം അതിന് മുകൾ ഭാഗമൊക്കെ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഒരം വെച്ച പോലെ എന്നൊക്കെ പറയില്ലേ, നല്ലൊരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് രണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെയൊക്കെ വീട്ടിൽ ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് നിങ്ങളും ഇതുപോലൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് ആരും അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇതിന് പല പേര് കേട്ടോ, പേരായിരിക്കും. അപ്പോൾ ഞാനൊരു പ്രത്യേക പേരായിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പേര് പറയുമ്പോൾ ഇതിങ്ങനെയൊന്നല്ല ഉണ്ടാക്കാറ്. അപ്പോൾ അതാ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പേരിലൊന്നുമല്ലല്ലോ കാര്യമല്ലേ, നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ, സംഭവം എളുപ്പമാണോ ഉണ്ടാക്കാൻ, അതൊക്കെയാണ് ഞാൻ നോക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊരു ചായക്കടി എന്നൊക്കെ പറയുമ്പോൾ ചോറ് വേണ്ടി വരും, കറി വേണ്ടി വരും, അതിലേക്ക് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ മുഖ്യം. രാവിലെ കുട്ടികളൊക്കെ പോകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കൊന്നും തന്നെ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അവർ കഴിക്കാതെ പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെയൊക്കെ കുട്ടികൾ ഫുഡ് കഴിക്കാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ചിലപ്പോൾ കറികളൊന്നും പറ്റായിട്ട് കുട്ടികളൊന്നും കഴിക്കൂല. അപ്പോൾ പിന്നെ ആ ഒരു ദിവസം കുട്ടികളെ അവസ്ഥയും വളരെ മോശം തന്നെ. കാരണം പഠിക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കൾക്ക് നിങ്ങൾ ഇതുപോലെ നല്ല അടിപൊളി കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കിട്ടോ. അങ്ങനെതാ ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞതാ, രണ്ടാമത്തെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ചുടനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ല കട്ടി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഒരുപാട് പരത്തി നൈസാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതും നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ലിവറും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കറി ആവുന്ന ടൈമിൽ അതിലിട്ട് കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പും മഞ്ഞളും മുളക് പൊടി കുഴച്ച് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയും നെയ്സ് പത്തിരിക്കും ദോശ എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി കോംബോ തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ദാ ചിക്കൻ വെച്ച് എന്ത് ചെയ്താലും അടിപൊളിയാണല്ലോ അല്ലേ. എന്നാലും ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടോ. അങ്ങനെ ഞാനൊരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ചിക്കൻ ഇതാ എടുത്തിട്ട് നേരെ നമ്മുടെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 20-25% ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് മൊരിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആകുമ്പോഴേക്കും എന്താ മറ്റു സൈഡും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയും പിടിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതാ ചിക്കൻ അത് 20% ആയപ്പോഴേക്കും ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എത്രത്തോളം ചിക്കൻ എടുക്കണോ ആ ഒരു കണക്കിന് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നിങ്ങൾ എടുത്താൽ മതിയാവും. അതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട ശേഷം പിന്നെ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയിട്ടത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ. തീ ഒരു സമയത്തൊക്കെ കുറച്ച് വെച്ച് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പുകയൊക്കെ മുഖത്ത് കടിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വന്ന ശേഷം ഇതിലോട്ട് 2 സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി ഒരു ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് കളറൊന്നും മാറി ചേഞ്ച് ആക്കി കിട്ടേണ്ടതൊന്നും ആവശ്യമില്ല. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വല്യുള്ളിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇങ്ങനെ വാടിക്കുഴഞ്ഞ് വരും കേട്ടോ. ഇതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വല്യുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടിക്കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി
ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1.5 ടീസ്പൂണാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരിൻ്റെ മുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ വലിയുള്ളി വാട്ടിയ സമയത്ത് ഇട്ട് കൊടുത്തിരുന്നു, അത് മതിയാവും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡറാണ് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കയ്പ്പ് വരും, പിന്നെ ആ കറി ആകെ കൊളാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഈ ഒരു സമയത്ത് മസാലയ്ക്ക് നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി പെട്ടെന്ന് വാടി കിട്ടും, ഒരാവി ഒന്ന് കയറി കിട്ടിയാൽ മതി അല്ലേ. അതിനിതാ 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതുപോലെ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കൻ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കട്ടോ. ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തണേ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ നന്നായിട്ടൊക്കെ ഇളക്കി റെഡിയാക്കിയ ശേഷം ഇതിലോട്ട് ഇനി നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം നിങ്ങൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പരമാവധി ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്ര മതി കേട്ടോ. എനിക്കതാണ് ഒന്നുകൂടി ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിനായാലും ചോറിനായാലും ഒക്കെ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല, അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ നേരത്തെ പറഞ്ഞ ലിവറും ബാക്കി കാര്യങ്ങളും കഴുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനിയിപ്പോൾ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഒന്നും വേവിച്ചെടുക്കരുത് കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ ചിക്കനും അതുപോലെ തന്നെ ഫിഷൊക്കെ വേവിക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് ടേസ്റ്റും കൂടുള്ളൂ. പെട്ടെന്നൊന്ന് വെന്ത് കെട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ കൂട്ടി വെക്കും. അങ്ങനെ കൂട്ടി വെച്ചാൽ ഉൾഭാഗമൊന്നും ശരിക്കും വേവില്ല, ടേസ്റ്റും കുറയട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ആയി തുടങ്ങി. നമ്മളിതാ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പൊന്നും ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടെങ്കിൽ ഇങ്ങ് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഗ്രേവി തന്നെയാണ്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുറഞ്ഞൊരു തണുത്തിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ല ടൈറ്റായിട്ട് നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നൈസ് പത്തിരിൻ്റെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നമ്മുടെ ചിക്കനാണെങ്കിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര കഴിച്ചാലും ഇതൊന്നും മതി വരില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ പലഹാരം പറ്റുന്നവരൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതും ഒന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും കാണുള്ളൂ. എല്ലാവരും കാണും ചെയ്യട്ടെ. അതുപോലെ അടിപൊളി പലഹാരം ഉണ്ടാക്കുകയും ചെയ്യട്ടെ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇത് തോന്നില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഗുണമായാലും ദോഷമായാലും അറിയിക്കാൻ ആരും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ചിക്കൻ അതുകൊണ്ട് പോരുന്നില്ല. ഏതായാലും 1, 2, 3 തിന്നാൽ മതിയാവില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അരി രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ അരക്കുക, അപ്പം തന്നെ ചുട്ടെടുക്കുക. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇനി എണ്ണ വേണ്ടാത്തവർക്ക് അങ്ങനെ ഡ്രൈ ആയിട്ടും ഇത് വേവിച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
എല്ലാവരും കാണും ചെയ്യട്ടെ. ഇതുപോലെ നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം, എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.